പ്രേക്ഷകർക്കും സ്വാഗതം. ബാലഗോകുലത്തിന്റെ 2022 ഘോഷയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അഷ്ടമി രോഹിണി പ്രമാണിച്ച് പാളയം ഗണപതി ക്ഷേത്രത്തിന് അടുത്ത് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ഘോഷയാത്രയുടെ ഉദ്ഘാടനത്തിൽ തന്നെ വളരെ വലിയൊരു നിര തന്നെയാണ് അണിനിരന്നിട്ടുള്ളത്. ഈ കോവിഡ് സാഹചര്യത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഘോഷയാത്ര വരുന്നു എന്നതും വളരെയധികം ആനന്ദകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മാത്രവുമല്ല, എല്ലാവരും കോവിഡിന് ശേഷം ഒത്തുകൂടിയ ഒരു ആഘോഷമായി തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുവാൻ സാധിക്കും. ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ, ഒപ്പം തന്നെ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ തുടങ്ങിയവരായിരുന്നു ഉദ്ഘാടന ചടങ്ങുകളിൽ സംബന്ധിച്ചിരുന്നത്. വേണുഗോപാലാണ് കൃഷ്ണ വിഗ്രഹത്തിൽ ഹാരം ചാർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള രാജസേനൻ, അദ്ദേഹമാണ് പതാക കൈമാറിക്കൊണ്ട് ഈ ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി വരെ തുടരുന്ന ഒരു പരിപാടികൾക്കാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, നിരവധി പേരാണ് ഈ ഒരു ഘോഷയാത്രയിൽ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തന്നെയാണ് ഇത്തരത്തിലൊരു കോവിഡ് സാഹചര്യത്തിന് ശേഷം വരുന്ന ഘോഷയാത്ര. നിരവധി കുട്ടികളാണ് കൃഷ്ണവേഷത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഹരി കൃഷ്ണ കൃഷ്ണ രഥത്തിന് പുറകിലായി പഞ്ചവാദ്യത്തിന് പുറകിൽ സാനുവിള. ഈ ഒരു ബാലജന ഘോഷയാത്രയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെയും ഇതിൽ അണിനിരത്തിയിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാം, അവർക്കും ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാം എല്ലാം ഒന്നാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത്തവണത്തെ ബാലജന ഘോഷയാത്ര നമുക്ക് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ 48 വർഷമായി ഈ ബാലജന ഘോഷയാത്ര സംസ്ഥാനത്തുടനീളം ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കോഴിക്കോടാണ് ബാലജന ഘോഷയാത്ര ആദ്യമായി ആരംഭിക്കുന്നത്. 2 വർഷം മാത്രമാണ് ബാലജന ഘോഷയാത്ര സംസ്ഥാനത്തുടനീളം ഇല്ലാതിരുന്നത്. ഇന്ന് വളരെയധികം ഭംഗിയോടെ കുട്ടികളെ എല്ലാം അണിനിരത്തുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ബാലജന ഘോഷയാത്ര അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് വരുന്നേ? അതെ. എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷെ കോവിഡ് സാഹചര്യത്തിന് ശേഷമാണ് ഈ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടമ്മ? നല്ലതാണ്, എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കുട്ടികളിൽ ഒരു സന്തോഷം ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സന്തോഷമാണ്.
തുടക്കത്തിൽ ബാലജന ഘോഷയാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സത്വത്തെ വീണ്ടെടുക്കുക, അത് തന്നെയാണ് ഈ വർഷത്തെ സന്ദേശവും. തീർച്ചയായിട്ടും അത് തന്നെയാണ്